യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ ഹിതത്തെ, ദൈവത്തിൻ്റെ പ്രകൃതത്തെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. കേവലം പ്രാർത്ഥനയിൽ മാത്രമല്ല കേട്ടോ ദൈവത്തിൻ്റെ പ്രകൃതത്തെയും ദൈവത്തിൻ്റെ ഹിതത്തെയും അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കത് മനസ്സിലാക്കി അതേ ദൈവമുമ്പാകെ നടക്കുവാൻ കഴിഞ്ഞാൽ അതിനോളം ഭാഗ്യവും അനുഗ്രഹിക്കപ്പെട്ടതുമായ അവസ്ഥ വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കുന്നതായ അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അബ്രഹാം ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കുന്നത്. നമ്മളും ഇതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, അതേ അനേക വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ മധ്യസ്ഥ അണയ്ക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ദൈവത്തെ നന്നായി ഗ്രഹിച്ചുകൊണ്ട് വേണം മധ്യസ്ഥ അണയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും. വെറുതെ അല്ല നമ്മൾ മധ്യസ്ഥ അണയ്ക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആയിരിക്കണം. അതായത് ദൈവം മുമ്പാകെ നമ്മൾ ജീവിച്ചുകൊണ്ട് അതേ ദൈവത്തിൻ്റെ പ്രകൃതത്തെയും ദൈവത്തിൻ്റെ ഹിതത്തെയും മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയുള്ള ആളുകളുടെ മധ്യസ്ഥതയെ ദൈവം സ്വീകരിക്കുന്നു എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനഃപൂർവ്വമായി തന്നെയാണ് അബ്രഹാമിനെ ഈ മധ്യസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ദൈവം നീതിമാനായതുകൊണ്ട് അതേ സൊദോം ഗോമോറ പട്ടണത്തിനും ദൈവത്തിനും ഇടയിൽ ഒരുവൻ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കണമെന്നും ആ വ്യക്തിയുടെ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ആ ദേശത്തെ ദൈവം ന്യായം വിധിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ലോകത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ മധ്യസ്ഥതയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്, ഈ ഭൂമിയുടെ നിലനിൽപ്പ് ദൈവം മക്കളുടെ ദൈവമുമ്പാകെയുള്ള മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഒരു മുടക്കം വരുത്തരുത്. നമ്മൾ മടിയന്മാരാകരുത്. നമ്മൾ നമുക്ക് വേണ്ടിയല്ല ശരിയായിട്ടും പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ അയൽവക്കക്കാർക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ദൈവമുമ്പാകെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്ക് പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരുടെയൊക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദേശത്തെ ഓർത്തും ദേശം ചെയ്തതായ പാപങ്ങളെ ഓർത്തും അതിനായി ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും ദേശത്തിൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ആവശ്യമാണ്. കാരണം ദൈവം നീതിമാനായതുകൊണ്ട്. ഇവിടെ അബ്രഹാം ചെയ്തതായൊരു കാര്യം നമ്മൾ കണ്ടു. വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ കൃത്യതയോടുകൂടെ അബ്രഹാം പ്രാർത്ഥിക്കുക. അബ്രഹാമിൻ്റെ മധ്യസ്ഥതയിൽ അബ്രഹാം ഒരു സംഖ്യ കൊണ്ടുവരുന്നു. ആ പട്ടണത്തിൽ, അതേ സൊദോം ഗൊമോറ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്നുള്ള വളരെ കൃത്യതയുള്ള ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന വളരെ സ്പെസിഫിക് ആൻഡ് ഫോക്കസ്ഡ്, വളരെ കൃത്യതയും അതേപോലെ തന്നെ കേന്ദ്രീകൃതമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണെന്ന് ഇത് തെളിയിക്കുന്നു. കാരണം നമ്മൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തമാണ് ദൈവത്തോടൊപ്പം നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അബ്രഹാം എന്തു ചെയ്യുന്നു? അവൻ ചോദിക്കുന്നു 24-ാമത്തെ വാക്യത്തിൽ, പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാൾ കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? നോക്കൂ, ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശേഷണം അബ്രഹാം നടത്തുക. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 62-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നോക്കൂ, ഞാൻ വായിച്ചത് യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഞാൻ ഈ വാക്യം വായിച്ചത് യെശയ്യാ പ്രവചനം 62-ന്റെ 6-ാം വാക്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നത് ദൈവം മതിലുകളെ മേൽ ആക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ദൈവം ആക്കി വെച്ച ഒരു വ്യക്തിയാണ്
അബ്രഹാം. അപ്പോൾ അബ്രഹാമിൻ്റെ ദൗത്യം എന്താണ്? അവൻ യഹോവയെ ഓർപ്പിക്കുന്നവനാണ്. യഹോവയെ ഓർപ്പിക്കുന്നവൻ. എന്താണ് യഹോവയെ ഓർപ്പിക്കുന്നത്? യഹോവയെ ഓർപ്പിക്കുന്നത് അതാണ് നമ്മളിവിടെ വായിച്ചത്. നീ സർവഭൂമിക്കും ന്യായാധിപതിയായവൻ എന്നാണ് യഹോവയെ ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ന്യായാധിപൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ന്യായം ചെയ്യുന്നവനായ കർത്താവ്. ദുഷ്ടനായ ഒരു വ്യക്തിക്ക് പോലും ന്യായം ചെയ്യുന്നവനായ ഒരു കർത്താവുണ്ട്. ആ ന്യായം എന്ന് പറയുന്നത് അവനെ ദൈവം ശിക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് അവന് വേണ്ടി സംസാരിക്കുന്ന ഒരു വക്കീൽ എന്ന പോലെ, ഒരു അഡ്വക്കേറ്റ് എന്ന പോലെ ദൈവത്തിന് മുമ്പാകെ ഒരുവനെ ദൈവം നിർത്തുന്നു. അവനായിരുന്നു അബ്രഹാം ആ ഒരു സാഹചര്യത്തിൽ. അതേപോലെ തന്നെ ഇന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. അങ്ങനെ മധ്യസ്ഥത അണയ്ക്കുന്നവരായ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ഓർപ്പിക്കണം. അതേ ദൈവമേ, നീ നീതിയുള്ള ന്യായാധിപതിയാകുന്നു എന്ന് ഓർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മധ്യസ്ഥതയ്ക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദോത്സവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 9-ാം അധ്യായം അതിന് 7-8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, അതായത് അവൻ എന്നേക്കും ഭരിക്കുന്നവനാണ്, അവൻ അധിപതിയായവനാണ്, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അതായത് എപ്പോഴും ദൈവം തൻ്റെ സിംഹാസനത്തിൽ ന്യായവിധിക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. ആ സിംഹാസനം ഒരുക്കപ്പെട്ടതായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ന്യായവിധി എന്ന് പറയുന്നത് അന്ത്യനാളിൽ സംഭവിക്കാനുള്ളത് മാത്രമല്ല, ഈ കാലയളവുകളിലും ദൈവം ന്യായവിധി നടത്തുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. ഒരുക്കപ്പെട്ട ന്യായവിധിയുടെ സിംഹാസനം ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എപ്പോഴും ന്യായം വിധിക്കുന്നവനായ ദൈവമാണ്. 8-ാം വാക്യം, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമാണ്. അതായത് ദൈവം ന്യായം വിധിക്കുന്നതിൻ്റെ ഭാഗമാണ്. എല്ലാവരുടെ ദൈവം പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. അതേപോലെ തന്നെ ഈ വാക്യത്തിൻ്റെ ആദ്യം നമ്മൾ കാണുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അതായത് ദൈവത്തെ അറിയുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ദൈവം കണക്കിലെടുക്കുന്നില്ല. അത് ദൈവം ന്യായാധിപനാണ്, നീതിയുള്ള ന്യായാധിപനാകുന്നു എന്നുള്ളത് തെളിയിക്കുന്നതായ വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 30-ാമത്തെ വാക്യം. എന്നിട്ട് 31-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകിയതായ ഒരു ഉറപ്പുണ്ട്. നീതിയോടെ ന്യായം നടത്തുന്നതായ ഒരുവൻ അതേ വരുന്നു എന്നുള്ളത്. ആ ന്യായാധിപൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ ന്യായാധിപനായ കർത്താവ് തന്നെയാണ് അബ്രഹാമിന് മുമ്പിൽ നിന്നുകൊണ്ട് അബ്രഹാമിൽ നിന്നും ഒരു മധ്യസ്ഥത ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്കും മുമ്പാകെ നിൽക്കുന്നതായ അതേ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്നതായ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതായ യേശു അതേ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനമുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ എന്ന് അബ്രഹാം ചോദിച്ചുകൊണ്ട് താൻ യഹോവയെ ഓർപ്പിക്കുന്നു, താൻ നീതിമാനായ ദൈവമാണെന്നുള്ളത്. അതേപോലെ തന്നെ സർവഭൂമിക്കും അങ്ങ് ന്യായാധിപതിയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് താൻ ചോദിക്കുന്നു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രഹാമിൻ്റെ മധ്യസ്ഥത വളരെ സ്പെസിഫിക് ആയിരുന്നു, അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥന വളരെ സ്പെസിഫിക് ആയിരുന്നു. കണ്ണടച്ചു ദൈവമേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു അബ്രഹാമിൻ്റെത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. സാധാരണയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞാൻ ഇന്ന നഗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ നഗരത്തെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, ആ നഗരം കർത്താവിലേക്ക് വരട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മറിച്ച് ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധിയെ ദൈവത്താൽ അറിയിക്കപ്പെട്ടതിന് ശേഷം ആ ന്യായവിധിയിൽ നിന്നും ആ പട്ടണത്തെ വിടുവിക്കാൻ വേണ്ടി അബ്രഹാം ഒരു ഫലപ്രദമായ ഒരു മധ്യസ്ഥതയിലേക്ക് നീങ്ങുന്നു.
അതായത് 50 എന്നുള്ളതായ ആ നമ്പർ വെച്ചുകൊണ്ട് താൻ ചോദിക്കുന്നു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ ദൈവമേ നീ നശിപ്പിക്കുമോ എന്ന് മാത്രമല്ല, ദൈവത്തെ നീതിയുള്ള ന്യായാധിപതിയായി വിശേഷിപ്പിച്ചുകൊണ്ട് അബ്രഹാമിന് ഒരു ഉറപ്പുണ്ട്, 50 നീതിമാന്മാർ ഈ പട്ടണത്തിലുണ്ടെങ്കിൽ ആ നീതിമാന്മാർ നിമിത്തം ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കയില്ല എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം വളരെ സ്പെസിഫിക് ആയിരുന്നു, ഈ സൊദോം ഗോമോറയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അബ്രഹാം വിടുന്നില്ല. അബ്രഹാം പറയുന്നു, 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് താൻ പറയുന്നു, ആ പട്ടണത്തെ നശിപ്പിക്കരുത് എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥന മുഖാന്തരം, ഈ മധ്യസ്ഥത മുഖാന്തരം ദൈവം സൊദോമിൽ ചെയ്യാൻ പോകുന്ന ആ ന്യായവിധിയെ നീട്ടിക്കൊണ്ടു പോകുവാൻ അബ്രഹാമിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ദിവസമാണെന്നുള്ളത്. ഒരുപക്ഷെ ചില ദിവസങ്ങളെടുത്തുള്ള ഒരു സംഭാഷണമായിരിക്കാം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവമായിട്ടും നമ്മൾ നിമിത്തം ഈ രാജ്യത്തോട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന വളരെ എഫക്റ്റീവാണ്, വളരെ ഫലപ്രദമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ അബ്രഹാമിൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്, വളരെ വിലയേറിയ ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മൾ ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടും അവൻ്റെ ഹിതത്തെയും അവൻ്റെ പ്രകൃതത്തെയും മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ദൈവ ന്യായാധിപതിയാകുന്നു എന്നുള്ള അവൻ്റെ പ്രകൃതം അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അടുത്ത ദിവസം ദൈവത്തിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അതിനായി നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ദൈവം സർവ്വഭൂമിക്കും ന്യായാധിപതിയാകുന്നു. ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്നുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകുവാൻ, ഞങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അനേകരുടെ ഇടയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്രകൃതം അതറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരിക്കും. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും വളരെ ഫലിക്കുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലെ പ്രഭാത വചന ധ്യാനത്തിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.